ആമേൻ. 35 അത്ഭുതം കർത്താവ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. 35 അത്ഭുതമാണ് പുതിയ നിയമത്തിൽ യേശു ചെയ്ത അത്ഭുത പ്രവർത്തികൾ. ഹെഡിങ്: യേശു ചെയ്ത അത്ഭുത പ്രവർത്തികൾ പുതിയ നിയമത്തിൽ. മത്തായി മുതൽ നമ്മൾ പഠിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് വലിയ അത്ഭുതങ്ങളാണ് കർത്താവ് ചെയ്തത്. സ്തോത്രം. ഒന്നാമത്തെ അത്ഭുതം ഏതെന്ന് ചോദിച്ചാൽ അറിയാമോ? ഒന്നാമത്തെ അത്ഭുതം ഏതാണെന്ന്? അത് കാണാപ്പാടം എല്ലാവർക്കും. ഞാൻ പ്രതീക്ഷിച്ചു അവിടുന്ന് ശബ്ദം വരുമെന്ന്. എല്ലാവർക്കും അറിയാമെന്നുള്ളത് കാനാവിലെ കല്യാണത്തിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ഒരു യേശുവിനെയാണ് നമ്മൾ ആദ്യം കാണുന്നത്. സ്തോത്രം. കർത്താവിൻ്റെ എൻട്രിയാണ് ആ കാനാവിലെ കല്യാണ വീട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് കല്യാണ വീട് മുതൽ തുടങ്ങാം. ആമേൻ. സ്തോത്രം. 2-ാമത്തെ അധ്യായം യോഹന്നാൻ ആമേൻ സുവിശേഷം 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെയാണ് നമുക്ക് വായിക്കേണ്ടത്. പക്ഷേ ഇന്ന് രാത്രിയിൽ ബാക്കിയുള്ള ആമേൻ സ്തോത്രം വാക്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞോളാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രി വായിക്കേണ്ട ഭാഗം 6-ാമത്തെ വാക്യം. ആമേൻ. ഇന്ന് രാത്രിയിൽ 6-ാമത്തെ വാക്യം, 7-ാമത്തെ വാക്യം ഇന്ന് രാത്രി നമുക്ക് വായിക്കാം. ഒരാളിന് ശബ്ദമുയർത്തി യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 6ഉം 7ഉം വാക്യങ്ങൾ ഇന്ന് രാത്രിയിൽ വായിക്കാം. ശേഷം നമുക്ക് അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് ശിഷ്യന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് ആ കല്യാണ വീട്ടിലേക്ക് യേശുവിനെ ശിഷ്യന്മാരെയും ക്ഷണിച്ചു. യേശു അവിടെ എത്തും മുമ്പേ യേശുവിൻ്റെ അമ്മയായിരിക്കുന്ന മറിയയും അവിടെയുണ്ട്. ശേഷമുള്ള വ്യക്തികളെല്ലാം ഒരു വലിയൊരു കല്യാണ വീടാണ്. ഈ കല്യാണ വീട്ടിനകത്ത് ആമേൻ യോഹന്നാൻ സുവിശേഷം 2-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ ഒരു നീണ്ട ഒരു സന്ദേശവും ആമേൻ സ്തോത്രം ഒരു വലിയ അത്ഭുതവുമാണ് അവിടെ യേശു ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ രാത്രിയിൽ അതിൻ്റെ 6-ാമത്തെ വാക്യവും 7-ാമത്തെ വാക്യവും നമ്മൾ ചിന്തിച്ചപ്പോൾ ഇങ്ങനെയാണ് അവിടെ വായിച്ചത്. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് എന്താണ്? യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് പ്രൈസ് ദി ലോർഡ് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രമുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ ശുദ്ധീകരണം? ഈ ശുദ്ധീകരണം എന്ന് പറയുന്നത് ഒരു യഹൂദൻ്റെ വീട്ടിൽ ഒരു യഹൂദൻ കടന്നു ചെല്ലുമ്പോൾ ആ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വലിയ കൽപാത്രം വെച്ചിരിക്കും. കൽപാത്രം. ഈ കൽപാത്രത്തിനകത്ത് വെള്ളം കോരി നിറച്ചു വച്ചിരിക്കും. അതിനകത്ത് ഒരു കോപ്പ അല്ലെങ്കിൽ ഒരു മഗ്, ഒരു ജഗ് അതിനകത്തിട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു ഗ്ലാസ് എന്തെങ്കിലും വരുമ്പോൾ ആ യഹൂദൻ്റെ കാൽ കഴുകി അവനെ അകത്ത് കയറ്റുന്ന ശുശ്രൂഷയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അതിനകത്ത് ഇട്ടിരുന്ന ആ കപ്പ് കൊണ്ട് തൻ്റെ കാൽ കഴുകി വൃത്തിയാക്കി താൻ അകത്ത് കയറുമ്പോൾ ഇങ്ങനെ വർഷങ്ങളായി ചെയ്തു വരുന്ന ഒരു ശുശ്രൂഷ യഹൂദന്മാരുടെ ന്യായപ്രമാണം അല്ലെങ്കിൽ യഹൂദന്മാരുടെ ആചാരപ്രകാരം അവിടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു കർത്താവ് ആ കല്യാണ വീട്ടിൽ ചൊല്ലുമ്പോൾ പ്രൈസ് ദി ലോർഡ് പെട്ടെന്ന് വീഞ്ഞ് തീർന്നു പോയി. സ്തോത്രം. വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ മറിയ യേശുവിൻ്റെ അടുത്ത് വന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ്. ആമേൻ. 4-ാമത്തെ വാക്യം 5-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. 3-ാമത്തെ വാക്യം കാണുന്ന ഇങ്ങനെയാണ്. ആമേൻ. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഒന്ന്, യേശുവിൻ്റെ അടുത്ത് പ്രൈസ് ദി ലോർഡ് തൻ്റെ അമ്മ പോയി പറഞ്ഞ ഒറ്റ കാര്യം ഇതാണ്. അവിടെ വീഞ്ഞ് തീർന്നു പോയി. നമുക്കറിയാം കല്യാണ വീട്ടിനകത്ത് ഇവിടെ ഇന്നത്തെ നമ്മളുടെ ഈ കേരളത്തിനകത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കകത്തുള്ള കല്യാണത്തിനകത്ത് വീഞ്ഞ് പ്രധാനമല്ല.
പ്രൈസ് ദി ലോർഡ്. എന്നാൽ യഹൂദന്മാരുടെ കല്യാണത്തിൽ വീഞ്ഞ് പ്രധാനമാണ്. അവരുടെ ഏത് ഫംഗ്ഷൻ വച്ചാലും അതിനകത്ത് വീഞ്ഞ് മുഖ്യമാണ്. ഒരു മരണവീടാണെങ്കിൽ പോലും അതിനകത്ത് വീഞ്ഞുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ആ വീട്ടിനകത്ത് വീഞ്ഞുണ്ടായിരുന്നു, ആ വീഞ്ഞ് തീർന്നുപോയി. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, യേശു പറഞ്ഞൊരു വാക്ക് ഇതാണ്. പ്രൈസ് ദി ലോർഡ്. സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത് ഇന്ന് രാത്രി? പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവിടെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതം അവിടെ യേശു ചെയ്യാൻ പോകുകയാണ്. സ്തോത്രം. ആമേൻ. യേശു കർത്താവ് പാത്രം കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല, ആരോടും പാത്രം എടുക്കാൻ പറഞ്ഞില്ല, വാടകയ്ക്ക് എടുക്കാനോ അപ്പുറത്തപ്പുറത്ത് വീട്ടിൽ പോയി എടുക്കാനോ ഒന്നും അവിടെ പറഞ്ഞില്ല. യേശു നോക്കിയപ്പോൾ ഒരു യഹൂദൻ്റെ അല്ലെങ്കിൽ ആ കല്യാണം നടത്തുന്ന വീട്ടിനകത്തുള്ള ആ യഹൂദൻ്റെ വീട്ടിലേക്ക് കയറി വരുവാൻ കാൽ ചവിട്ടി കഴുകാനിട്ടിരിക്കുന്ന കൽപ്പാത്രം ഒന്നോ രണ്ടോ അല്ല, 6 കൽപ്പാത്രം ആ വീട്ടിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. അതെല്ലാം പായൽ പിടിച്ച് കിടക്കുക, ആരും ശ്രദ്ധിക്കപ്പെടാതെ ഉപയോഗം കഴിയുമ്പോൾ ഇതിനെല്ലാം മാറ്റി മാറ്റി ഒതുക്കി ഒരു സൈഡിലിട്ടിരിക്കുക. മണ്ണും കയറി പുല്ലും പിടിച്ച് കിടക്കുന്ന ഈ കൽപ്പാത്രം കണ്ടപ്പോൾ യേശു പറഞ്ഞത് ഇതാണ്, ഈ കൽപ്പാത്രത്തിലായി ഇന്ന് രാത്രി വെള്ളം നിറയ്ക്കേണ്ടത്. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നത്, നാളുകളായി ശൂന്യമായി കിടക്കുന്ന വൃത്തികേടായിരിക്കുന്ന സ്തോത്രം, ഇനി പ്രതീക്ഷയില്ല എന്ന് വ്യക്തികൾ വിളിച്ചു പറയുമ്പോൾ ഇത് ഉപയോഗശൂന്യമാണ്, ഇതിനകത്ത് ഇനി ഒന്നും സംഭവിക്കത്തില്ല, ഒരു അത്ഭുതം പോലും ഇതിനകത്ത് സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞു മാറ്റിയിട്ടിരിക്കുന്ന ഈ കൽപ്പാത്രത്തെ യേശു കഴുകിയെടുത്തെങ്കിൽ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവകുഞ്ഞ്, നിന്റെ വിഷയത്തെ കഴുകി പുറത്തെടുക്കാൻ എൻ്റെ കർത്താവിന് പദ്ധതിയുണ്ട്. എത്ര വർഷമാകട്ടെ, എത്ര നാളുകളാകട്ടെ, ഇത് എത്ര പായൽ പിടിച്ചു കിടന്നാലും, എത്ര ഇങ്ങനെ ഉപയോഗശൂന്യമെന്ന് പറഞ്ഞാലും യേശുവിന് ഇന്ന് രാത്രി കൽപ്പാത്രത്തിൽ ഒരു അത്ഭുതം ചെയ്യുവാനുണ്ട്. ഇന്ന് രാത്രി ആ കല്യാണ വീട്ടിനകത്ത് 6 കൽപ്പാത്രത്തിനകത്ത് യേശു ചെയ്ത അത്ഭുതം ചെറുതല്ല കേട്ടോ. ഇന്നലകളിൽ കഴിഞ്ഞ നാളുകളിൽ കല്യാണങ്ങൾ അനവധി ആ ഗലീല എന്ന സ്ഥലത്ത് നടന്നിട്ടുണ്ട്. അവിടെയെല്ലാം കൊടുത്തതിനേക്കാൾ അവിടെയെല്ലാം ഭക്ഷണം കഴിക്കാൻ പോയ, അവിടെയെല്ലാം കഴിച്ചും കുടിച്ചും ഉല്ലസിച്ചും ഇരുന്ന ആൾക്കാർ ഇതിനകത്തിരിപ്പുണ്ട്. കുറച്ച് മുമ്പേ കുടിച്ച വീഞ്ഞിന്റെ ടേസ്റ്റ് അവരെ നാവിൽ ഇരിപ്പുണ്ട്. ബാക്കി ചില ക്ലാസ്സുകളിൽ ഇരിപ്പുണ്ട്. അടുത്തതാ വീഞ്ഞ് കോരി, ഈ വെള്ളം വീഞ്ഞായപ്പോൾ കോരി കൊടുക്കാൻ പറഞ്ഞപ്പോൾ തന്നെ വിരുന്നുവാഴിയോട് കുടിക്കുന്നവർ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഇത്രയും സമയം തന്നത് മുറ്റിയതല്ലേ? ഇത്രയും ഭംഗിയായിട്ടുള്ള വീഞ്ഞ് എവിടെ നിന്നാ കിട്ടിയത്? എവിടെയാ നിങ്ങൾ ഒളിച്ചു വച്ചതെന്ന് ചോദിച്ചപ്പോൾ, ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ശൂന്യതകളെ മാറ്റാൻ എൻ്റെ കർത്താവിന് ഇന്ന് രാത്രി കഴിയും. നീ ആയിരിക്കുന്ന മേഖലയിൽ, നീ ആയിരിക്കുന്ന മേടുകളിൽ, നീ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നെ തേടി വന്ന് സ്തോത്ര കൽപ്പാത്രത്തെ കഴുകി പുറത്തെടുത്തത് പോലെ ഇന്ന് രാത്രി നീ ഇരിക്കുന്ന നിന്റെ ഭവനത്തിനകത്ത് നിന്നെ തേടി വരുന്ന ഒരു യേശു ഉണ്ട് കേട്ടോ. 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ് മാറ്റിയിട്ടിരിക്കുമ്പോൾ, ആരും ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ, വൃത്തിയുള്ളത് മാത്രം നോക്കുമ്പോൾ, കർത്താവ് നോക്കിയത് വൃത്തിഹീനമായതിനെയാണ്. മനസ്സിലായോ? എല്ലാവരും വൃത്തിയുള്ളത് നോക്കുമ്പോൾ കർത്താവ് നോക്കിയത് വൃത്തിഹീനമായതിനെയാണ്. പായൽ പിടിച്ചിരിക്കുന്നതിനെയാണ് കർത്താവ് നോക്കിയത്, കേടുപാടുള്ളതിനെയാണ് കർത്താവ് നോക്കിയത്. സ്തോത്രം. വേറൊരു വ്യക്തി ചെയ്തതുപോലെയല്ല കർത്താവ് ചെയ്തത്. വേറൊരു വ്യക്തി ചെയ്ത ശുശ്രൂഷയല്ല അവിടെ ചെയ്തത്. ഹീനമായതിനെ കഴുകിയെടുക്കാൻ, പൊട്ടിപ്പോയതിനെ കഴുകിയെടുക്കാൻ, പായൽ പിടിച്ചതിനെ കഴുകിയെടുക്കാൻ, മുള്ളും പറക്കാരെയും മുളച്ചു നിന്നതിനെ തട്ടിക്കുടഞ്ഞ് കഴുകിയെടുക്കാൻ യേശു കർത്താവ് അവിടെ കൽപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി ഇതിനകത്തേക്ക് ദൈവകുഞ്ഞ്, നീ ആയിരിക്കുന്ന പട്ടണത്തിനകത്ത്, നീ ആയിരിക്കുന്ന ഭവനത്തിനകത്ത് നിന്നെക്കുറിച്ച് തമ്പുരാൻ ഒരു പദ്ധതിയുണ്ട്. ആരൊക്കെ നിന്നെ ഒതുക്കാൻ നോക്കിയാലും കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, ഇല്ല, നീ ഒതുങ്ങിപ്പോകത്തില്ല. ഇന്ന് രാത്രി കർത്താവിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, കർത്താവ് പറയുന്നതുപോലെ ചെയ്യാൻ കഴിഞ്ഞാൽ, നിന്നിൽ കൂടെ ഒരു അത്ഭുതം ഇന്ന് രാത്രി അതിനകത്തിരിക്കുന്ന ജനം അറിയാൻ പോകുക. നിന്നിൽ കൂടെ ഒരു അത്ഭുതം നിന്റെ ദേശം കാണാൻ പോകുക.
പോകുകയാ. നിന്നിൽ കൂടെ ഒരു അത്ഭുതം ദേശത്തിലെ വ്യക്തികൾ അനുഭവിക്കാൻ പോകുകയാ. നിന്നിൽ കൂടെ ഒരു അത്ഭുതം സഭ അനുഭവിക്കാൻ പോകുകയാ. നിന്നിൽ കൂടെ ഒരു നന്മ നിന്റെ ചർച്ചിലെ വിശ്വാസികൾ അനുഭവിക്കാൻ പോകുകയാ. നിന്നിൽ കൂടെയുള്ള വാഴ്ത്തത്വങ്ങൾ, നീ ഉൾപ്പെട്ടു നിൽക്കുന്ന പ്രസ്ഥാനം അനുഭവിപ്പാൻ പോകുകയാ. നിന്നിൽ കൂടെയുള്ള അനുഗ്രഹത്തിന്റെ വാക്കുകൾ സ്വാമി നീ ഉൾപ്പെട്ടു നിൽക്കുന്ന ദേശം അറിയാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി എവിടെ കൊണ്ട് വച്ചിരുന്നു? ആമേ നോയിക്കേ, ആ ഗലീലയിലെ കല്യാണത്തിനകത്ത് സ്തോത്രം, ഒരു ഉത്സവത്തിന്റെ നടുവിലെ കർത്താവ് വരുന്നത്. നോക്കിയേ, 3-ാം നാൾ കാനാവിൽ ഒരു കല്യാണം. 3-ാം നാൾ എന്ന് പറയുമ്പോൾ ആമേൻ അവിടെ ഉത്സവം നടക്കിയ ഉത്സവത്തിന്റെ 3-ാമത്തെ ദിവസം. പ്രൈസ് ദി ലോർഡ്. യേശു ഉത്സവങ്ങളിൽ ആമേൻ പങ്കെടുക്കുന്ന കർത്താവാണ്. ഉത്സവം ഒന്നും വിടാറില്ല. വരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് ഓടിയെത്തും. ഇന്ന് രാത്രി ഈ ഭവനത്തിനകത്ത് ഉത്സവ പന്തലിൽ ഇന്ന് ഇറങ്ങി വന്നെങ്കിൽ ഈ ഭവനത്തിന്റെ കണ്ണുനീര് മാറ്റി ഉത്സവമാക്കാൻ ആ കർത്താവ് കടന്നു വന്നത്. ഇന്ന് രാത്രി 3-ാമത്തെ ദിവസം കർത്താവ് അവിടെ കടന്നു വന്നെങ്കിൽ, ഈ 3-ാമത്തെ ദിവസം യേശു കർത്താവ് ആ ഭവനത്തിൽ കടന്നു വന്നെങ്കിൽ, ആ ഗലീലയിലെ കുടുംബത്തിനകത്ത് കടന്നു വന്നെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന് 10 ചെയ്യാനുണ്ട്. എല്ലാവരും ശൂന്യമെന്ന് പറയുമ്പോൾ, എല്ലാവരും കളിയാക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ, എല്ലാവരും പരിഹസിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ, എല്ലാവരും ശൂന്യമെന്ന് പറയാൻ തയ്യാറായി നിൽക്കുമ്പോൾ, എല്ലാവരും പറയും കളിയാക്കാൻ വേണ്ടി, എല്ലാവരും സന്നാഹത്തോടെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാൻ, നിന്നെ പരിഹസിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ, അതേ ഭവനത്തിനകത്തിട്ട പന്തലിനകത്ത്, അതേ ഭവനത്തിനകത്ത്, അതേ സൽക്കാര വിരുന്നിനകത്ത് കുറവുള്ളതിനെ പരിഹരിക്കാൻ എൻ്റെ കർത്താവ് ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ, ആ ഭവനത്തിനകത്തൊന്ന് മാറ്റിക്കൊണ്ടല്ല അനുഗ്രഹിച്ചത്, അവിടെ വച്ച്, ആ ഭവനത്തിൽ വച്ച്, ആ ദേശത്തിൽ വച്ച്, ആ പട്ടണത്തിൽ വച്ച് ദൈവം അനുഗ്രഹിപ്പാൻ ഇറങ്ങിയെങ്കിൽ, ഇന്ന് രാത്രി സന്ദേശങ്ങൾക്ക് ദൈവകുഞ്ഞെ നിന്നെ എവിടെയാണോ തരം താഴ്ത്തിയത്, ആ സഭയ്ക്കകത്ത്, ആ പട്ടണത്തിനകത്ത് ആ വ്യക്തികൾ നോക്കി നിൽക്കുമ്പോൾ, ആ ദേശം ഒറ്റ നോക്കുമ്പോൾ, നിന്നിൽ കൂടെ ഇതുവരെ കാണാത്ത ഒരു ടേസ്റ്റ് ഉള്ളതും മേൽത്തരവുമായ ഒരു നന്മ നിന്നിൽ കൂടെ പുറത്തു വരുന്നത് ദേശം കാണുമെന്ന് പറഞ്ഞാൽ ഈ രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന് ഇന്ന് രാത്രി നിന്നെക്കുറിച്ചൊരു 10 ചെയ്തെടുക്കാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ചില വേദനകളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വരും. കല്ലെറിയാൻ വേണ്ടി ചില വ്യക്തികൾ നിൽക്കുകയാ. നീ കല്യാണത്തിന് വിളിച്ചു വരുത്തിയിട്ട് പ്രധാനപ്പെട്ട സാധനത്തെ നീ മാറ്റിവെച്ചിരുന്നോ? നീ എന്തിനാ മാറ്റിവെച്ചത്? അല്ലെ തീർന്നു പോയോ? ഇതെല്ലാം പറഞ്ഞ് ചില വ്യക്തികൾ തകർച്ച കാണാൻ വേണ്ടി മാത്രം വന്ന വ്യക്തികളുണ്ട്. തീർന്നു കിട്ടാൻ വേണ്ടി മാത്രം വന്ന വ്യക്തികളുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, തീർന്നു കിട്ടും. തീർന്നു എന്ന് പറയുന്നവന്റെ മുമ്പിൽ വെച്ച് യേശു അത്ഭുതം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. യേശു അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ. നോയിക്കേ, 8-ാമത്തെ വാക്യം പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക്, പ്രൈസ് ദി ലോർഡ്, കൊണ്ടുപോയി കൊടുപ്പീൻ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ് എന്നവൻ പറഞ്ഞു. അവർ, പ്രൈസ് ദി ലോർഡ്, കൊണ്ടുപോയി കൊടുത്തു. നോയിക്കേ, പറഞ്ഞ ഉടൻ കൽപ്പാത്രത്തിന് മുമ്പിൽ വലിയ പ്രാർത്ഥനയൊന്നും വച്ചില്ല. അവരെ നിറയ്ക്കാൻ പറഞ്ഞിട്ട് കർത്താവ് അകത്തോട്ട് പോയപ്പോൾ ഇവരെവിടെ ഏതൊരു നിറച്ചെന്നറിയാമോ? വക്കോളം നിറച്ചു. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. ശബ്ദം യോഹന്നാന്റെ ശബ്ദമല്ല കേട്ടത് അവിടെ. സ്തോത്രം, ലൂക്കോസിന്റെ ശബ്ദമല്ല കേട്ടത് അവിടെ. കേട്ടത് യേശുവിന്റെ ശബ്ദമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കൽപ്പാത്രത്തിനകത്ത് വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞപ്പോൾ അവർ വക്കോളം നിറച്ചു. സ്തോത്രം പറ. കാരണം ഒരു കപ്പ് കൊണ്ട് ആ വെള്ളം കോരി എടുത്തു കഴിഞ്ഞാൽ തറയിൽ വെള്ളം വിടരുത്. അത്ര സൂക്ഷ്മതയോടെ ശിഷ്യന്മാർ ആ വെള്ളം കോരി നിറച്ചു. ഇന്ന് രാത്രി പ്രൈസ് ദി ലോർഡ്, ശകലം പോലും പാഴാക്കാതെ, ശകലം പോലും കളയാതെ, അല്പം പോലും ഇല്ലാതായി പോകാതെ, ഒരു തുള്ളി പോലും നിലത്തു വീഴാൻ അനുവദിക്കാതെ ശിഷ്യന്മാർ അതിൻ്റെ പക്വതയ്ക്ക് ചെയ്യുവാനിടയായെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മ പറയുന്നു, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, കോരി നിറയ്ക്കാൻ പറഞ്ഞപ്പോൾ വക്കോളം നിറച്ചെങ്കിൽ ഈ രാത്രി ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. അടുത്ത വാക്കിങ്ങനെയാണ്, സ്തോത്രം, കോരി കൊടുപ്പീൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 9-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിയാതിരിക്കുമ്പോൾ. ഹല്ലേലൂയ.
ആമേൻ, ഹല്ലേലൂയ. കോരി നിറച്ച വ്യക്തികളല്ലാതെ മറ്റാരും അറിയാതിരിക്കുമ്പോൾ ഇന്ന് രാത്രി വേറാർക്കും അറിയാത്തൊരത്ഭുതം നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ ശുശ്രൂഷയിൽ വെളിപ്പെടാൻ പോകുകയാ. ഹല്ലേലൂയ. വേറെ ആർക്കും അറിയാൻ കഴിയാത്തത് നിന്റെ ബ്രെയിനിൽ കർത്താവ് ഉരുവാക്കാൻ പോകുകയാ. വേറെ ആർക്കും ചെയ്യാൻ കഴിയാത്തത് നിന്റെ കണ്ണുകളിൽ കൂടെ പുറത്തു വരാൻ പോകുകയാ. വേറെ ആർക്കും ചെയ്തെടുക്കാൻ കഴിയാത്ത ഒരു കമനീയമായ ശുശ്രൂഷ നിന്നിൽ കൂടെ കർത്താവിന് ചെയ്തെടുക്കുവാനുണ്ട്. എന്തിനെന്നറിയാമോ? ആമേശു ദൈവത്തിന്റെ നാമം ആ ദേശത്ത് നിന്നിൽ കൂടെ ഉയർത്തപ്പെടാനാ. ഹല്ലേലൂയ. ചില വേദനകളും ചില പ്രയാസങ്ങളും ചില ഇല്ലായ്മകളും പ്രൈസ് ദി ലോർഡ് കൊടികുത്തി വാഴുമ്പോൾ ശ്രദ്ധിക്കൂ, ഇല്ലായ്മയുടെ നടുവിൽ നിന്നെ ഒറ്റപ്പെടുത്തുവാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. അതിന്റെ നടുവിൽ നിന്നെ ക്ഷേമത്തോടെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ നമുക്കിന്ന് രാത്രി വായിക്കാം. അവൻ 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, 3-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അവിടെ ഒരു ദൂതൂടെ ഉണ്ട്. 3-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 3:25. ഒന്ന് വായിച്ചേ. 3:25. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെ കുറിച്ച് ഒരു വാദമുണ്ട്. യോഹന്നാന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, യോർദാനക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ. ഇതാ സ്നാനം കഴിപ്പിക്കുന്നത് എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു വാദം നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 25-ാമത്തെ വാക്യത്തിനകത്ത് യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർ ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തിനെ കുറിച്ച് ഒരു വാദമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഓക്കേ, അവിടെയും ശുദ്ധീകരണത്തിട്ടുന്ന ആ കൽപാത്രത്തിലാണ് യേശു കർത്താവ് വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞത്. സ്തോത്രം. ഇവിടെ ഒരു ശുദ്ധീകരണത്തെക്കുറിച്ച് വാദം അവിടെ സ്തോത്രം അവർ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. എങ്ങനെ അത് സംഭവിച്ചു, എങ്ങനെ അതിനകത്ത് വീഞ്ഞായി, എങ്ങനെ അതിൽ വെള്ളമൊഴിച്ചു? വർഷങ്ങളായിട്ട് പായൽ പിടിച്ചെടുക്കുന്ന സാധനമല്ലേ അത്? ആമേൻ. നാളുകളായി അവിടെ കിടക്കുന്നതല്ലേ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ അങ്ങനെ കിടക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവർ വാദങ്ങളെ അവിടെ പല നിലയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് യേശു കർത്താവിന്റെ ചെവിയിലേക്ക് എത്തി. പ്രൈസ് ദി ലോർഡ്. അതാണ് റബി എന്നൊരു വാക്ക് അവിടെ വന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ 3-ാമത്തെ അധ്യായം ചേർത്ത് നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ 2-ാമത്തെ അധ്യായത്തിനകത്ത് വെള്ളത്തെ സ്തോത്രം വീഞ്ഞാക്കിയെങ്കിൽ 3-ാമത്തെ അധ്യായത്തിൽ വെള്ളത്താൽ എന്ത് ചെയ്തു? സ്നാനം പുറത്തു വരികയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ മഹത്വമേറിയ പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ കർത്താവ് തുടക്കം കുറിക്കുമ്പോൾ തുടങ്ങിയ ഓരോ അധ്യായത്തിനകത്തും ദൈവത്തിന്റെ മഹത്വമേറിയ ശുശ്രൂഷ അവിടെ ശിഷ്യന്മാരിൽ കൂടെ കർത്താവ് ചെയ്തെടുക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ദൈവ പൈതലേ, ദൈവത്തിന് ഇന്ന് രാത്രി അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്രത്തോളം വാഴ്ത്തത്വമുണ്ടോ അത്രത്തോളം ഫൈറ്റുകളും ഉണ്ടാകും. എത്രത്തോളം ശുശ്രൂഷയുണ്ടോ അത്രത്തോളം വെല്ലുവിളികൾ ഉണ്ടാകും. എത്രത്തോളം അഭിഷേകമുണ്ടോ അത്രത്തോളം സ്തോത്രം പൈശാചിക ശക്തികളുടെ പ്രതികൂലങ്ങളും കൂടും. ഇന്ന് രാത്രിയിൽ ആരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, എത്രത്തോളം നിന്നെ ഞെരുക്കാൻ നോക്കിയാലും അത്രത്തോളം നിന്നെ വളർത്തുന്ന ഒരു ദൈവമുണ്ട്. കാരണം വിട്ടുകൊടുക്കരുത്. ശത്രുവിന്റെ പദ്ധതിക്കായി നിന്നെ വിട്ടുകൊടുക്കരുത്. ശത്രുവിന്റെ സ്തോത്രം പ്ലാനിനായി നീ വിട്ടുകൊടുക്കരുത്. വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ നിന്നെ കാണാൻ കഴിയത്തില്ല. അത്ഭുതങ്ങൾ കാണാൻ കഴിയണമെങ്കിൽ നീ ദൈവമായിട്ടൊരു അകമൊഴിഞ്ഞ ബന്ധം ഇന്ന് രാത്രി സ്ഥാപിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഹല്ലേലൂയ. നോക്കിക്കേ, 2-ാമത്തെ അത്ഭുതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, 2-ാമത്തെ അത്ഭുതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കറിയാം 4-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 4-ാമത്തെ അധ്യായം, പ്രൈസ് ദി ലോർഡ്, അതിന്റെ 46-ഉം 54 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 44-ാമത്തെ വാക്യം മുതൽ, പ്രൈസ് ദി ലോർഡ്, 54-ാമത്തെ വാക്യം വരെ നമ്മൾ വരുമ്പോൾ അതിനകത്ത്, പ്രൈസ് ദി ലോർഡ്, ഒരു വലിയ ദൈവത്തിന്റെ മഹത്വം അതിനകത്ത് വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ആ 4-ാമത്തെ അധ്യായത്തിന് 46-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 46, 47, ആമേൻ, 48 ഒന്ന് വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്. അവൻ പിന്നെയും
താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. അന്ന് മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കവർന്നഭൂമിയിൽ ഉണ്ടായിരുന്നു. യേശു യഹൂദ ദേശത്തു നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ടു. അവന്റെ അടുക്കൽ ചെന്നു തന്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണം എന്നപേക്ഷിച്ചു. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ജനം ഒരു അത്ഭുതത്തിന് വേണ്ടി നോക്കിയിരിക്കുക. രാജഭൃത്യന്റെ മകന്റെ ആ രോഗാത്മാവിനെ മാറ്റാൻ സകല വൈദ്യന്മാരെ അടുത്തും കൊണ്ടുപോയപ്പോൾ സകല മന്ത്രവാദികളെയും സകലവാദികളെയും വിളിച്ചിട്ടും ഇവന്റെ അസുഖത്തിനൊരു ഭേദം വരാതിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, എന്നാൽ ഇന്ന് രാത്രി കർത്താവ് പറയും, നിങ്ങൾ എന്ത് ചെയ്യുന്നു? അടയാളങ്ങൾ മാത്രം നോക്കി മുമ്പിലോട്ട് പോകുന്ന വ്യക്തികളാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്ന് നോക്കിക്കേ, ദൈവത്തിന്റെ പ്രവർത്തിക്കായി ദൈവത്തിന്റെ ജനം പിന്നെയും ഗലീലയിൽ ഒരുമിച്ച് കൂടുക. ഗലീല കർത്താവ് പിന്നെയും ആ അത്ഭുതം ചെയ്ത ശേഷം കർത്താവ് ഗലീലയിലേക്ക് കടന്നു വരികയാ. കാരണം അവിടെ വരേണ്ട ഇനിയും ആവശ്യങ്ങളുണ്ട്. ഇന്ന് രാത്രി ശുശ്രൂഷ കഴിഞ്ഞ് അവിടുന്ന് സ്തോത്രം എല്ലാവരെയും ഗുഡ് ബൈ പറഞ്ഞ് കർത്താവ് പോകുമ്പോഴും പിതാവ് പിന്നെയും പുത്രന് പറയുക, നീ ഇനിയും നിനക്കൊരു തിരിച്ച് അവിടേക്ക് പോകേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. വലിയ ദീർഘ ദിവസങ്ങളില്ലാതെ കർത്താവ് തിരിച്ചു പിന്നെയും അവിടെ വരികയാ. അവിടെ വരുമ്പോൾ ഒരു മനുഷ്യന്, പ്രൈസ് ദി ലോർഡ്, ആമേൻ, താൻ ആഗ്രഹിച്ചതുപോലെ, ആമേൻ സ്തോത്രം, താൻ ചിന്തിച്ചതുപോലെ, ആമേൻ, ഒന്നും ചെയ്യാൻ കഴിയാതെ അവൻ പകച്ചു നിൽക്കുമ്പോൾ കർത്താവിന്റെ പ്രവൃത്തി അതിനകത്ത് വെളിപ്പെടുത്തുവാൻ ആമേൻ വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഒരു സമൂഹത്തിന്റെ യേശു കർത്താവ് ആമേൻ ആ കുടുംബത്തിലേക്ക് കയറി ചൊല്ലുകയാ. ആമേൻ. നോക്കിക്കേ, അതിനകത്ത് പ്രൈസ് ദി ലോർഡ് ഒരു വലിയ ദൈവമഹത്വം വെളിപ്പെടുവാനുണ്ട്. അതുകൊണ്ടാണ് പ്രൈസ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനുള്ളത് കൊണ്ടാണ് ആമേൻ അവിടെ ശത്രുവിന്റെ പദ്ധതിക്ക് ആമേൻ വിട്ടുകൊടുക്കാതെ ദൈവത്തിന്റെ മഹത്വമേറിയ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. ഈ നാളുകളിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കുമ്പോൾ ചിന്തിക്കുന്ന കാര്യമുണ്ട് കേട്ടോ. അത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അടയാളങ്ങൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ. കർത്താവിനെ വിളിക്കുന്നത് അടയാളങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, എന്നേക്കുമായ ഒരു വിടുതലിന് വേണ്ടിയാ. ആമേൻ സ്തോത്രം. അവിടെ നമുക്കറിയാം സ്തോത്രം, ആ കുഞ്ഞിന്റെ മേൽ വ്യാപരിച്ച ആ ഭൂതാത്മാക്കളെ ആമേൻ പുറത്ത് വലിച്ച് പുറത്തിടുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. ഇന്ന് രാത്രി ചില പൈശാചിക ശക്തിയോട് വെല്ലുവിളിക്കാൻ ഈ നാളുകളിൽ ദൈവജനം കരുത്തുറ്റവരായി പ്രാർത്ഥനാ മുറിക്കകത്ത് മുഴങ്കാലിലേക്ക് ഇരിക്കാൻ തയ്യാറാണെങ്കിൽ ഈ നാളുകളിൽ നീ അറിയാതെ തന്നെ നിന്നെ വേറൊരു മനുഷ്യനാക്കുന്ന, ഒരു പ്രവാചകനാക്കുന്ന, ഒരു പ്രവാചകിയാക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നോക്കിക്കേ. ഇതിനകത്ത് 48-ാമത്തെ വാക്യം എന്ന് വെച്ചാൽ 48-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. വായിച്ച 48-49 വാക്യങ്ങൾ. 48-49 വാക്യങ്ങൾ. യേശു അവരോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യേശു അവരോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു. അടുത്ത് 49-ാമത്തെ വാക്യം പറഞ്ഞു, രാജഭൃത്തൻ അവനോട്, കർത്താവേ, പൈതൽ മരിക്കും മുൻപ് വരേണമേ എന്ന് പറഞ്ഞു. ഓക്കെ, അവ എന്ത് ചെയ്യാൻ പോകുന്നു? മരിക്കാൻ പോകുന്നു. അതിന്റെ എല്ലാ സ്വഭാവങ്ങളും അവന്റെ ശരീരത്തിൽ പ്രകടമാകുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മരണത്തിന് മുമ്പേ ഒരു മനുഷ്യൻ മരണത്തിന് മുമ്പേ എന്തെല്ലാം ശരീരത്തിൽ പ്രകടമാക്കുമോ അത് അതേപോലെ പ്രകടമാക്കിക്കൊണ്ടിരിക്കുക ദൈവമേ യേശുവേ. അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂടെ വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവിനറിയാം ഇത് അവനെ മരിക്കത്തക്ക രോഗമല്ല പിടിച്ചിരിക്കുന്നത്. ആമേൻ. കർത്താവിനറിയാം മരിക്കത്തക്ക രോഗമല്ല പിടിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി മരിക്കത്തക്ക രോഗമാണ് അവനെ പിടിച്ചിരുന്നെങ്കിലും കർത്താവ് നോക്കുമ്പോൾ അതിനകത്തൊരു വിടുതൽ സംഭവിക്കണം. കർത്താവിനെ തള്ളിപ്പറഞ്ഞവരുടെ ഇടയിൽ, കർത്താവിനെ തള്ളിപ്പറഞ്ഞ രാജഭൃത്യന്റെ കുടുംബത്തിനകത്ത് ഒരു വിടുതൽ സംഭവിക്കണം ഇന്ന് രാത്രി. ആമേ സ്തോത്രം. യേശുവിനെ മാറ്റി നിർത്തുന്ന, പ്രാർത്ഥനയെ ഒതുക്കിക്കെട്ടുന്ന, ആമേ സ്തോത്രം, ഹല്ലേലൂയ, ദുരാചാരങ്ങളെ കൊണ്ട്
കൊണ്ട് താണ്ഡവ നൃത്തമാടുന്ന വ്യക്തികളുടെ നടുവിലും ആമേൻ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. അവന്റെ സ്വീകരണ മുറിക്കകത്ത് ഉറങ്ങിക്കിടക്കുന്ന, മരിക്കത്തക്ക രോഗത്തിൽ കിടക്കുന്ന, മരണത്തിന് മുമ്പേ ശരീരത്തിൽ പ്രകടമാക്കുന്ന സകല സ്വഭാവങ്ങളും ആ പൈതലിന്റെ ശരീരത്തിൽ പ്രകടമായി പുറത്തു വന്നപ്പോൾ ആമേൻ പിതാവ് പറയുക, ഇല്ല, എൻ്റെ കൂടെ വരണമേ കർത്താവേ എന്ന് അവിടെ ഒറ്റ വിളിക്കുന്ന ഒരു പിതാവിന്റെ ശബ്ദം അവിടെ ഉയർന്നു വരികയാണ്. ഹല്ലേലൂയ. നോക്കിക്കേ, പ്രൈസ് ദി ലോർഡ്. 50-51 വാക്യം വരാമോ? 50-51 വാക്യം. പ്രൈസ് ദി ലോർഡ്. യേശു അവനോട്, പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ചു ആ മനുഷ്യൻ പോയി. അവൻ പോകയിൽ അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റു, മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവിടെ വേറെ ഒന്നും സംഭവിച്ചില്ല. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, രണ്ടാമത്തെ അത്ഭുതമാണ്. ആമേ, അതെവിടെ സംഭവിക്കുന്നു? ഗലീലയ്ക്കകത്ത. സ്തോത്രം. ഈ രാത്രി അത്ഭുതം തീർന്നിട്ടില്ല. ഗലീല പട്ടണം എത്രത്തോളം കർത്താവിനെ ദുഷിച്ചുവോ, എത്രത്തോളം കർത്താവിനെ ആമേ തള്ളിക്കളഞ്ഞുവോ, പ്രാർത്ഥനയെ എത്രത്തോളം ഒതുക്കി കെട്ടിയോ, പ്രൈസ് ദി ലോർഡ്, അത്ഭുതങ്ങൾക്ക് വിരോധമായി അവർ കളിയാക്കിയോ, അതേ കുടുംബത്തിനകത്ത് മരണങ്ങൾ മാറാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. നോക്കിക്കേ, ഇവൻ ആമേൻ സ്തോത്രം, ഈ രാജാവ് ഈ വാക്ക് വിശ്വസിച്ച് ആമേൻ താൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക്, പ്രൈസ് ദി ലോർഡ്, ആ മകന് സൗഖ്യം വന്നു എന്നറിയുക, ആമേൻ പറയാൻ അവനെ എതിരേക്കുന്ന രാജഭൃത്യന്മാർ എന്ന് പറഞ്ഞാൽ അവന്റെ സേനാധിപതികൾ അവനെ എതിരേറ്റു ഫ്രണ്ടിലേക്ക് വരികയാ. പറയുകയാണ്, നിന്റെ മകൻ, ആമേൻ സ്തോത്രം, നിന്റെ മകന് ഒരു കുഴപ്പമില്ല. അവൻ എന്ത് വിട്ടുമാറി എന്നറിയാമോ? ഹല്ലേലൂയ. പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. സ്തോത്രം പറഞ്ഞാട്ടെ. അവൻ എന്താ വിട്ടുമാറി എന്നറിയാമോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവന്റെ ജീവിതത്തിനകത്ത് ആമേൻ അവനെ ബാധിച്ചിരുന്നൊരു പനിയാണ്. സ്തോത്രം. വായിച്ചേ. ആമേൻ സ്തോത്രം. 52-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 52-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. അവന് ഭേദം വന്ന നാഴിക അവനോട് ചോദിച്ചതിന് അവൻ അവരോട്, ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രൈസ് ദി ലോർഡ് ബ്രദർ. കണ്ടോ, ഒരു പനിയാണ് അവിടെ സംഭവം. ഒരു പനി കയറി പിടിച്ചു ആ പൈതലിനെ. സ്തോത്രം. ആ പനി ഇന്നലെ രാത്രി സമയം വരെ പറഞ്ഞു 7 മണിക്ക് പനി വിട്ടുമാറി. ഹല്ലേലൂയ. പറഞ്ഞ മാത്രയിലല്ല, കർത്താവിൻ്റെ അടുത്ത് വന്ന മാത്രയിൽ പനി സൗഖ്യമായി. സ്തോത്രം. ഇന്ന് രാത്രി ചില വിടുതലുകൾ സംഭവിക്കുക. ഏതൊക്കെ കുടുംബത്തിനകത്ത് പനി എന്ന് പറഞ്ഞിരിക്കുന്ന ചില ഭാരങ്ങൾ. ഹല്ലേലൂയ. ഒരു പനിക്ക് എത്രയും ചെയ്യാൻ പറ്റുമോ? പറ്റും. ഒരു പനിക്ക് ചെയ്യാൻ പറ്റും. വെപ്രാളമെടുത്ത് പിടഞ്ഞ് നിലത്തു വീണ് ആമേ സ്തോത്രം പല പദ്ധതികളും മെനഞ്ഞു കെട്ടാൻ വേണ്ടി പിശാചിങ്ങനെ പല പദ്ധതികളും മെനയുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു, ചില പനികൾ ദൈവസന്നിധിയിൽ നിന്ന് ഓടിമറയുന്ന രാത്രിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആ പനി, ഒരു പനിക്ക് ഇത്രയും ഒരു ദൈവ പൈതലിനെ തകർക്കാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ഒരു നിസ്സാരം ഒരു പനിയാണ്. എന്നാൽ അപ്പനും അമ്മയും അടങ്ങുന്ന ഒരു വലിയ ഗ്രൂപ്പ് ആ പനിയുടെ മുമ്പിൽ മുട്ടുമടക്കി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പേടിച്ചു പോയി. പക്ഷെ അവിടെ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ഭൃത്യൻ പറയുകയാണ്, അത് വേറെ ഒന്നുമല്ല അവിടെ സംഭവിച്ചത്. ആമേൻ. അവനോട് ആമേൻ ഇന്നലെ, അപ്പൊ എത്ര സമയത്തിനകത്ത് സംഭവിച്ചത്? ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. ആമേൻ സ്തോത്രം. നോക്കിക്കേ. ഹല്ലേലൂയ. അപ്പോൾ ഇന്നലെ 7 മണിക്ക് അവൻ്റെ ജീവിതത്തിൽ ഇന്നലെ വരെ സംഭവിക്കാത്ത ഒന്ന് അവൻ്റെ ജീവിതത്തിനകത്ത് സംഭവിച്ചിരിക്കുക. അതിന്ന് ആമേൻ സ്തോത്രം വിട്ടുമാറി അവന് പരിപൂർണമായ സൗഖ്യം അതിനകത്ത് വെളിപ്പെടുകയാണ്. എന്തെന്നറിയാമോ? ദൈവത്തിന് ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഏതൊക്കെയോ ചില കുടുംബത്തെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ചില അത്ഭുതങ്ങൾ ചില കുടുംബത്തിനകത്ത് ദൈവത്തിന് ചെയ്തെടുക്കുവാനുണ്ട് ഇന്ന് രാത്രി. സ്തോത്രം. അത്ഭുതം എന്ന് പറഞ്ഞാൽ ചെറിയ അത്ഭുതമല്ല കേട്ടോ. വലിയ അത്ഭുതങ്ങൾ ദൈവത്തിന് ഇന്ന് രാത്രി കുടുംബത്തിനകത്ത് ചെയ്തെടുക്കാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് ഇന്ന് രാത്രി പദ്ധതി ഉണ്ട്. ഹല്ലേലൂയ. അത് അതേപോലെ തന്നെ കർത്താവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ രാത്രി എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റും?
ഹല്ലേലൂയ. നിസ്സാര ഒരു പനിയുടെ മുമ്പിൽ ഹല്ലേലൂയ ആ കുടുംബം വിറച്ചുപോയി. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഭാരപ്പെടണ്ട കേട്ടോ. പനിയുടെ ഭാരത്തിലായിരിക്കും ദൈവദാസനെ, ദൈവദാസിയെ ഭാരപ്പെടണ്ട. ഇതിനകത്തൊരു ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടുത്തുവാനുണ്ട്. അതുകൊണ്ട് ഈ രാത്രി നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് ചന്തമായി ചെയ്യുന്ന ദൈവമാണ്. ഈ രാത്രി അത് ചന്തമായി ചെയ്യുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പ് ചില കുടുംബത്തിനകത്ത് ദൈവത്തിൻ്റെ വിടുതൽ സംഭവിക്കാൻ പോകുകയാ. ആമേൻ. 53-ാമത്തെ വാക്യം പറയുന്നു, ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ, ആമേൻ, സ്തോത്രം, നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു, താനും കുടുംബവുമായി വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ് പറ. യേശുമായിട്ട് ഞാൻ പറഞ്ഞു, ആമേൻ, തൊട്ട് മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, യേശുമായിട്ട് സംഭാഷിച്ചിടുന്ന സമയം. ആമേൻ, സ്തോത്രം. ആ പേപ്പർ കിടാന്ന് അടിവരട്ടോ. യേശുവുമായിട്ട് നീ സംസാരം തുടങ്ങിക്കോ, അപ്പോഴും വിടുതല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നീ യേശുവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സഞ്ചരിക്കേണ്ട ആരെ കൂടെ എന്നറിയാമോ? യേശുവിൻ്റെ കൂടെയാ. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ കൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൻ്റെ സ്വഭാവമുള്ളവരായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൻ്റെ കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആമേൻ മറ്റൊരു ചിന്തകളും വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി എന്തെല്ലാം പ്രയാസങ്ങൾ സംഭവിച്ചാലും യേശുവിൻ്റെ കൂടെ സഞ്ചരിക്കാൻ ഇന്ന് രാത്രി നമുക്ക് തയ്യാറാകാമോ? 53-ാമത്തെ വാക്യം പറയുന്നു, ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു. ആമേൻ. അപ്പൻ എന്ത് ചെയ്തു? ഗ്രഹിച്ചു. താനും കുടുംബമായി വിശ്വസിച്ചു. 54-ാമത്തെ വാക്യം, യേശു യഹൂദയിൽ നിന്ന് ഗലീലയിൽ വന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഇത് രണ്ടാമത്തെ അത്ഭുതമായിട്ട് ചെയ്തു. കണ്ടോ, രണ്ടാമത്തെ അത്ഭുതമാണ് യേശു ഗലീലയിൽ ചെയ്തത്. ഈ രാത്രി മറന്നു പോകരുത്. രണ്ടാമത്തെ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ രാത്രി നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞൊടിയിടയിൽ കുടുംബത്തിനകത്ത് അത്ഭുതം സംഭവിക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്ക് ഇറങ്ങി പറയാൻ പോകുകയാ. ഇത് അത്ഭുതങ്ങളുടെ കൂടെ അല്ല കൂട്ടേണ്ടത്, ഇറങ്ങി പറയുക ഒരു വാക്യം. ഇന്ന് രാത്രിയിൽ കവർന്നഹൂമിൽ നിന്ന് യേശുവിനെ പുറത്താക്കി, പക്ഷെ കവർന്നഹൂമിനകത്ത് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാനിടയായി. ഇന്ന് രാത്രി എവിടെ നിന്നെല്ലാം നിന്നെ പുറത്താക്കാൻ നോക്കിയേ, എവിടെ നിന്നെല്ലാം നിന്നെ മാറ്റി നിർത്താൻ നോക്കിയാലും ഇന്ന് രാത്രി കർത്താവ് പറയുക, ഇല്ല, ഞാൻ എൻ്റെ അത്ഭുതം അതിനകത്ത് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എത്രയോ പേര് പനി വന്ന് മരിച്ചു പോയിട്ടുണ്ട്. ആമേൻ. എത്രയോ പേര് പനിയുടെ മൂർത്തിനി അവസ്ഥയ്ക്കകത്ത് പിടിപെട്ടു പോയിട്ടുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ആമേൻ, സ്തോത്രം, യേശു കർത്താവ് അത്ഭുതങ്ങൾ ഒത്തിരി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി അത്ഭുതങ്ങൾ, ഞാൻ പറഞ്ഞു 35 അത്ഭുതങ്ങൾ. ആമേൻ. ഹല്ലേലൂയ. ഏലിയാവ് ചെയ്തേക്കാൾ, ആമേൻ, അപ്പോസ്തലന്മാർ ചെയ്തേക്കാൾ, ശിഷ്യന്മാർ ചെയ്തേക്കാൾ, എലിശ ചെയ്തേക്കാൾ, മോശ ചെയ്തേക്കാൾ അത്ഭുതങ്ങൾ യേശു കർത്താവിനെ കൊണ്ട് പിതാവ് ചെയ്യിച്ചു 3.5 വർഷത്തിനകത്ത്. 3.5 വർഷത്തിനകത്ത് 35 അത്ഭുതങ്ങൾ ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. 1-2 അത്ഭുതമല്ല, 35 അത്ഭുതം യേശു ചെയ്തത് 3.5 വർഷത്തിനകത്ത് വച്ച. ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എത്ര അത്ഭുതങ്ങൾ എന്നൊരു കർത്താവ് ചെയ്ത്, എത്ര ഭംഗിയായിട്ട് ചെയ്തെന്നറിയാമോ? ആമേൻ, സ്തോത്രം. ഒരിടത്തും വലിയ പബ്ലിസിറ്റിയോ വലിയ ബാനറുകളോ വലിയ പോസ്റ്ററുകളോ ഒന്നും അടിച്ചു നിരത്തി ആമേൻ മൈക്ക് അനൗൺസ്മെന്റും ചെയ്തിട്ടില്ല. യേശു വരുന്നു, യേശു വരുന്നു എന്നൊന്നും ചെയ്തില്ല. പക്ഷെ ഇന്ന് രാത്രി യേശു കർത്താവ് എവിടെയെല്ലാം കാൽ വച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അടക്കി ഭരിച്ചിരുന്ന സകലവിധ വ്യാധികളെയും കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, 3-ാമത്തെ അത്ഭുതത്തിലേക്ക് വരാം. 3-ാമത്തെ അത്ഭുതത്തിലേക്ക് എന്ന് രാത്രി ചിന്തയെ കൊണ്ടുവരാം. 3-ാമത്തെ അത്ഭുതം 5-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ, 3-ാമത്തെ അത്ഭുതത്തിലേക്ക് വരുമ്പോൾ 5-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ഒന്ന് വായിച്ച് 5-ാമത്തെ അധ്യായത്തിൻ്റെ, പ്രൈസ് ദി ലോർഡ്, 6, 7, 8 വാക്യത്തിലേക്ക് വരാം. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു.
അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ ഭാഗം അറിയാം. ഈ മൂന്നാമത്തെ അത്ഭുതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ബെലസ്ത കുളത്തിന്റെ കരയിൽ 38 വർഷമായി കിടക്കുന്ന പക്ഷപാതക്കാരനായ രോഗിയുടെ അടുത്തേക്ക് വരുവാൻ പലവരും വിസമ്മതിച്ച് നിന്നപ്പോൾ, പലരും മാറി നിന്നപ്പോൾ, പലരും അവരെ ഒന്നെടുത്ത് കുളത്തിലേക്ക് ഇറക്കുവാൻ 5 മണ്ഡപങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ കുളത്തിനകത്ത് പല വാതിലുകളുണ്ട്. ആട്ടുവാതിൽ എന്നുള്ള വാതിലുണ്ട്. ഏതെങ്കിലും ഒരു വാതിൽ കൂടെയെങ്കിലും ഇവനെടുത്തതിനകത്ത് നിന്ന് ഇറക്കാൻ ആരും വരാതെ എല്ലാവരും മാറി നിന്ന് ഇവനെ കളിയാക്കുമ്പോൾ, ഇവനൊന്ന് വേച്ച് ഇവനൊന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള ശ്രമം നടത്തുമ്പോൾ തന്നെ അവന് മുൻപേ ചിലർ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി സൗഖ്യമായി കയറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ദൂതൻ പ്രത്യേക ഒരു സമയത്താണ് ഇറങ്ങി കുളം കലക്കുന്നത്. നമുക്ക് ഈ ഭാഗം അറിയാം. അവിടെ കിടക്കുന്ന പലവിധ രോഗികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. മുടന്തന്മാരുണ്ട്, ക്ഷയരോഗികളുണ്ട്, പക്ഷപാതക്കാരുണ്ട്, വിവിധ രോഗങ്ങളാൽ കെട്ടപ്പെട്ട് കിടക്കുന്ന ഒത്തിരി ജനം അവിടെ കിടപ്പുണ്ട്. എന്തിനു വേണ്ടി അറിയാമോ? ദൂതൻ കുളത്തിലേക്ക് ഇറങ്ങും. ഇവിടെ ഇറങ്ങുന്ന സമയത്ത് വെള്ളം ഒന്ന് കലക്കും. വെള്ളം കലക്കുമ്പോൾ ഈ വെള്ളത്തിനകത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആഗ്രഹിച്ചു കിടക്കുന്ന ചില വ്യക്തികളിൽ ഒരുത്തനാണ്. ഇവനെ എടുത്തു പറഞ്ഞ കാര്യമുണ്ട്. 1-2 വർഷമല്ല കേട്ടോ, 38 വർഷമായിട്ട് കിടക്കുക. 38 വർഷം. ആമേൻ. പലരും പറഞ്ഞു ഇവിടെ വിട്ടുപോ, ഈ സഭ വിട്ടു നീ വേറെ സഭയിലേക്ക് പോ. അവിടെ കണ്ടോ ആത്മമാരി, അവിടെ കണ്ടോ വിടുതൽ സംഭവിക്കുന്നു, അവിടെ ഞൊടിയിടയിൽ അത്ഭുതങ്ങൾ നടക്കുന്നു, അവിടെ കൊടുങ്കാറ്റടിക്കുന്നു, അവിടെ വലിയ വലിയ അത്ഭുതങ്ങളും മുഴകളൊക്കെ അപ്രത്യക്ഷമാകുന്നു, ക്ഷയരോഗികളൊക്കെ എണീറ്റ് നടക്കുന്നു. നീ ഒന്ന് അപ്പുറത്തോട്ട് പോയപ്പോരെ എന്നൊക്കെ ചോദിച്ചു കാണും പലപ്പോഴും. ചിലപ്പോ പ്രൈസ് ദി ലോർഡ് സൗഖ്യമാകുന്നവരൊക്കെ ചോദിച്ചു കാണും, നീ ഇവിടെ കിടന്നാൽ ശരിയാകത്തില്ല, വന്നിട്ട് വർഷങ്ങളായില്ലേ, നീ അപ്പുറത്തോട്ടൊക്കെ ഒന്ന് പോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തൊക്കെ പറഞ്ഞു കാണും ഇവനെ. ഇവൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഇവിടെ കിടന്ന് സൗഖ്യമാകാൻ പോകുകയാ ഇന്ന് രാത്രി. പ്രൈസ് ദി ലോർഡ്. ഇല്ല, ഞാൻ ഇരിക്കുന്ന ഇരിപ്പിടത്തിരുന്ന് സൗഖ്യമാകാൻ പോകുകയാ. എന്നെ സൗഖ്യമാക്കുന്നവൻ ഇവിടെ ഇറങ്ങി വരുമെന്നുള്ള ഉദ്ദേശം അവന് കാണുമായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, ഈ 38 വർഷമായി കിടക്കുന്ന രോഗിയുടെ അടുത്ത് ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാതെ അവനെ സഹായിക്കാതിരിക്കുമ്പോൾ, ഒരു സഹായത്തിൻ്റെ കരമായി ഒരു മനുഷ്യൻ കാൽനടയായി അതിനകത്തേക്ക് ഇറങ്ങി വരികയാ. ഒരു മനുഷ്യൻ, പ്രൈസ് ദി ലോർഡ്, കാൽനടയായി ഇറങ്ങി വരുന്നൊരു മനുഷ്യൻ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരിക. കാൽനടയായി നിന്റെ ഉപജീവന വഴിയിലേക്ക്, നിന്റെ കുടുംബ ജീവിതത്തിലേക്ക്, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഒരുവൻ കാൽനടയായി കടന്നു വരികയാ. ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലത്ത് പലപ്പോഴും നീ രോഗിയാകുമ്പോൾ, പലപ്പോഴും നീ ഒറ്റപ്പെടുമ്പോൾ, പലപ്പോഴും നീ വേദന അനുഭവിക്കുമ്പോൾ, പലപ്പോഴും ഞെരുക്കത്തിൽ കടന്നു പോകുമ്പോൾ, പലപ്പോഴും കൊടും പട്ടിണിയിലായിരിക്കുമ്പോൾ, പലപ്പോഴും നീ വേദനിച്ച് ഒരു ഭാഗത്തിരിക്കുമ്പോൾ, സ്തോത്രം, ചില ബുദ്ധിമുട്ടിൽ നീ അനുഭവിക്കുമ്പോൾ, അവിടെ പലരും നിന്നെ ചിലപ്പോൾ പഴിച്ചിട്ടുണ്ടാകും, പലപ്പോഴും നിന്നെ ചിലര് മാറ്റി നിർത്തി കളിയാക്കിയിട്ടുണ്ടാകാം. പക്ഷേ ഇന്ന് രാത്രിയിൽ നിന്റെ തീരുമാനം ബലപ്പെട്ടതാ, നിന്റെ സാന്നിധ്യം ബലപ്പെട്ടതാ, നീയും ദൈവമായിട്ടുള്ള ബന്ധം ബലപ്പെട്ടതാ. ഇന്ന് രാത്രി ആ ദൈവമായിട്ടുള്ള ബന്ധത്തിലിരിക്കുന്ന എത്ര പേര് ഇന്ന് രാത്രിയുണ്ട്? അവരെ നോക്കി സ്വർഗം പറയുന്നു, നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന, നിനക്ക് വേണ്ടി പദ്ധതി ഒരുക്കുന്ന, നിന്നെ സൗഖ്യമാക്കുന്ന, നിന്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന, ഇന്ന് രാത്രി നിന്റെ അടുത്ത് നടന്ന് കയറി വരുന്ന നമ്മുടെ രാജ്യത്ത് പലപ്പോഴും കൊടികുത്തിവാണ് ഒരു രോഗമാണ് വസൂരി. വസൂരി വന്നപ്പോൾ ലക്ഷക്കണക്കിന് ജനം മരിച്ചു. നോക്കി നിൽക്കുന്ന സമയത്ത് പലരും പിടഞ്ഞ് നിലത്തു വീണ് മരിച്ചു. പക്ഷെ അവിടെയും ഹല്ലേലൂയ പലരും പെറ്റ തള്ള പോലും പോയി നോക്കാൻ കഴിയാതെ അവർ പേടിച്ചൊതുങ്ങുമ്പോൾ, കൂടപ്പുറപ്പുകൾ പോലും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പേടിച്ചൊതുങ്ങുമ്പോൾ, അതുപോലെ കർത്താവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ആരെല്ലാം ഒതുങ്ങിയാലും, ആരെല്ലാം നിന്നെ അവോയ്ഡ് ചെയ്താലും, ആരെല്ലാം നിന്നെ മാറ്റി നിർത്തിയാലും ഞാൻ നിന്നെ ഒരു നാളും മാറ്റി നിർത്തത്തില്ല എന്ന് അധികാരത്തോടെ പറയുന്ന ഒരുവൻ ഇന്ന് രാത്രി ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. വെളുക്കച്ചിരിക്കുന്ന പലരും നിന്നെ കാണാതെ മാറി നിൽക്കുമ്പോൾ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, നിനക്ക് വേണ്ടി
അത്ഭുതം ചെയ്യാൻ ഒരുത്തൻ ഈ രാത്രി ഇതിനകത്തേക്ക് പ്രൈസ് ദി ലോർഡ് നടന്നു വരുന്ന രാത്രി എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ഇതിനകത്തിരിക്കുന്ന ഏതൊക്കെ കുടുംബത്തിനകത്ത് അത്ഭുതകരമായി വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. 38 വർഷമല്ല വിഷയം, അവന്റെ വിശ്വാസമാണ് വിഷയം. അവൻ ആ 38 വർഷവും പല പ്രാവശ്യം, ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം അവൻ ആ വക്കോളം എത്തി. പക്ഷെ ആരും അവനെ അകത്തോട്ടൊന്ന് എടുത്ത് ആ വെള്ളത്തിലോട്ടൊന്ന് ആക്കാൻ ആരുമില്ലാതിരിക്കുമ്പോൾ ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിലെ ഭാരം അറിയുന്ന ഒരു ദൈവം, നിന്റെ ഹൃദയത്തിലെ ഇല്ലായ്മ അറിയുന്ന ഒരു ദൈവം, നിന്റെ ഹൃദയത്തെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവം, നിന്നെ ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവനെ പോലെ ഉള്ളവളെ പോലെ നടത്തുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ആരോടൊക്കെ പറയുന്നു, നിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഇവരെന്നെ ഇത് ചെയ്യും, ഇവരെന്നെ ഇങ്ങനെ ചെയ്യും, ഇവരെന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും, ഇവരെന്നെ ഒന്ന് താങ്ങും എന്ന് പറഞ്ഞ് പലപ്പോഴും പുലമ്പി കരയുമ്പോഴും ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഇല്ല, നിന്നെ ആരും താങ്ങില്ലെങ്കിൽ താങ്ങുന്ന ഒരു കരം ഇന്ന് രാത്രി, നിന്നെ സൗഖ്യമാക്കാൻ ഒരു കരം ഇന്ന് രാത്രി, നീ ഇരിക്കുന്ന പട്ടണത്തിനകത്ത്, നീ ഇരിക്കുന്ന വില്ലേജിനകത്ത്, അവിടെ ഭരിക്കുന്ന ശത്രുവിനെ തകർത്ത്, അവിടെ ഭരിക്കുന്ന രോഗികളാക്കിക്കൊണ്ടിരിക്കുന്ന പൈശാചി മണ്ഡലത്തെ തകർത്തുകൊണ്ടൊരു ദൈവശക്തി ഇന്ന് രാത്രി വെളിപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, 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 ആമേൻ. എല്ലായിടത്തും ഓട്ടോറിക്ഷ വിളിച്ച് എല്ലായിടത്തും ഓട്ടോറിക്ഷ പോകത്തില്ല. ആമേൻ. പലയിടത്തും പോകത്തില്ല. എന്താ അങ്ങോട്ട് പോകാത്തത്? മടക്കത്തില്ല, അവിടെ പോയ പൈസ കിട്ടത്തില്ല, തല്ല് കിട്ടും എന്ന് പറഞ്ഞ് പലരും പോകാതിരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മ പറയുന്നു, പലരും പോകാതിരിക്കുന്ന സ്ഥലത്ത്, പലരും വന്നെത്താൻ അറയ്ക്കുന്ന സ്ഥലത്ത് എൻ്റെ യേശു ഇന്ന് രാത്രി കാൽനടയായി നിന്റെ അടുത്ത് വരികയാ. ആമേൻ. ഏത് മതിൽക്കെട്ടാണെങ്കിലും, ഏത് ഇരുമ്പഴിയാണെങ്കിലും, ഏത് പ്രതിസന്ധിയാണെങ്കിലും, ഏത് പ്രതികൂലമാണെങ്കിലും നിന്റെ അടുത്തേക്ക് യേശു കർത്താവ് ഇന്ന് രാത്രി കാൽനടയായി കടന്നു വരുന്നുണ്ട്. കേവലം ഒരു പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയെന്നുള്ള ഒരു ആഡംബരത്തോടെ അല്ല വരുന്നത്. ഇന്ന് രാത്രി കർത്താവ് വരുന്നത് നിന്നെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. പക്ഷപാതക്കാരനോട് യേശു പറഞ്ഞൊരു കാര്യമാണ്, പ്രൈസ് ദി ലോർഡ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഇന്ന് രാത്രി മനസ്സുണ്ടോ? ആമേൻ, സ്തോത്രം. നിനക്കിത് ഭവിച്ചത് നല്ലതാ, നിനക്കിത് സംഭവിക്കണം. അല്ലെങ്കിൽ നിനക്കിത് നിന്റെ അഹങ്കാരമാ, ഇത് നിനക്ക് സംഭവിക്കണം. ആരോടൊക്കെ ഇന്ന് രാത്രി ദൈവാത്മാവ് സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് രാത്രി മനസ്സിലാക്കുന്നു, നിയോഗം പ്രാപിച്ചവർ ഇതിനകത്ത് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെനിക്ക് പലരും കാണാൻ കഴിയുന്നില്ലെങ്കിലും നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം ദൈവം അറിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നിങ്ങൾ ഇരിക്കുന്ന ഇടം അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കുന്ന ദൈവം, നിങ്ങൾ നല്ലവണ്ണം അറിയുന്ന ദൈവം. ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾ നല്ലവണ്ണം കാണുന്ന ദൈവം. എനിക്ക് നിങ്ങളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും, എനിക്ക് ഓടിയെത്താൻ കഴിഞ്ഞില്ലെങ്കിലും, ഞാൻ വരുന്നതിന് മുൻപേ ഞാൻ പ്രസംഗിക്കുന്ന യേശു വരും നിങ്ങളടുത്ത്. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, ഞാനിവിടെ നിന്ന് 4 മണിക്കൂർ 5 മണിക്കൂർ കൊണ്ട് ഓടിയെത്തേണ്ട സ്ഥലത്ത് എൻ്റെ കർത്താവ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ 8:38 സമയത്ത് ചില കുടുംബത്തിൽ വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ചില കുടുംബത്തിനകത്ത് ദൈവാത്മാവ് ചിലരെ പിടിച്ച് എണീപ്പിക്കുന്ന രാത്രിയാ, ചിലരെ കൈകൊടുത്ത് എണീപ്പിക്കുന്ന രാത്രിയാ. ഇന്ന് രാത്രി നീ എണീറ്റ് നടക്കാം. സുന്ദരമെന്ന ദേവാലയത്തിന്റെ മുമ്പിലിരുന്ന മനുഷ്യരെ കർത്താവിന്റെ ദാസന്മാർ, അപ്പോസ്തലന്മാർ കരം കൊടുത്ത് എണീപ്പിക്കുന്നത് പോലെ ഇന്ന് രാത്രി ചിലരെ കരം കൊടുത്ത് എണീപ്പിക്കുകയാ. നീ ഒന്ന് എണീക്ക്. നീ മരിച്ചു പോകേണ്ടവനാണ്. പക്ഷെ ഇന്ന് രാത്രി ലോകം വിധി എഴുതിയാലും നിന്റെ സകലത്തിന്റെ മേലും ഞാൻ ദിട്ടി വച്ചിട്ടുണ്ട്. നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ.
കരങ്ങളെ ഉയർത്തി ഒരു ഹാലലുയ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിയിൽ ഞാൻ കാണുന്നു ചിലരെ കരങ്ങളെ ദൈവാത്മ പിടിക്കുക. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവാത്മാവ് ചില കരങ്ങളെ കർത്താവ് ഇന്ന് രാത്രി പിടിക്കുക. എണീക്ക്. ഇതൊക്കെ സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഇന്ന് രാത്രി ഇത് രോഗമല്ല കേട്ടോ, ഇത് പനിയല്ല കേട്ടോ. പനി എന്നൊരു പേര് മാത്രം നിന്റെ അപ്പൻ പറഞ്ഞെങ്കിലും ഇത് പനിയല്ല കേട്ടോ. ആമൻ, നിന്റെ ആരാധന കണ്ട്, നിന്റെ സമർപ്പണം കണ്ട്, ഓ നീ നാളെ ഒരു വ്യക്തിയാകുമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ അവൻ മുമ്പിലോട്ട് നിന്റെ താലന്തുകളെ പിടിച്ച് കുഴിച്ചു മൂടാൻ അവൻ പദ്ധതി കച്ചയും കെട്ടി ഇറങ്ങുമ്പോൾ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവർ നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആമേൻ. അവർ നിന്നെ ഒന്നും ചെയ്യാൻ ഇങ്ങനെ പറയാറുണ്ട് പലപ്പോഴും. പിശാച്, സാത്താൻ, രോഗം നിന്നെ കൊണ്ടിട്ടിട്ട് ആമേൻ അവൻ ഇന്ന് നിന്നെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, ഇന്നുള്ളത് കണ്ടല്ല നിന്നെ നശിപ്പിക്കാൻ വരുന്നത്. നിനക്ക് നാളെ ഒരു ഫ്യൂച്ചറുണ്ട്. നാളെ നിനക്കൊരു ആമേൻ എഴുന്നേൽപ്പുണ്ട്. അവ ഇന്നത്തെ നിന്റെ ഉയർച്ച കണ്ടല്ല, നാളെ നിനക്കൊരു ഉയർച്ചയുണ്ട്. അപ്പോൾ നിനക്ക് എവിടെ പിടിക്കണമെന്ന് ശത്രുവിന് അറിയാം. 1, പ്രാർത്ഥനയെ തടയും. 2, വചന ധ്യാനത്തെ തടയും. 3, ആമേൻ സ്തോത്രം, ആമേൻ ഉപവാസത്തെ തടയും. 4, തീരുമാനങ്ങളെ തടയും. 5, ആമേൻ നിഷ്കളങ്കമായ നടത്തെ ശത്രു തടയും. ആമേൻ ഇങ്ങനെ തുടങ്ങി 1, 2, 3, 4, 5 തുടങ്ങി ഇങ്ങനെ പല തന്ത്രങ്ങളും അവൻ മെനഞ്ഞ് നീയും ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത് ഇതിൽ വരുന്നു, പ്രസംഗത്തിലല്ല വരുന്നത്. പിന്നെന്തിനാ? പ്രാർത്ഥനയിലാണ് ദൈവവും നീയുമായിട്ടുള്ള ആമേൻ സംസാരിക്കുന്നത്. പ്രാർത്ഥനയില്ല. ഇന്ന് രാത്രി ദൈവം തരും ദൂതൻ ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് രാത്രി നിങ്ങളെ ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കാരണം നീയും ദൈവവുമായിട്ട് അറയ്ക്കകത്ത് കയറി വാതിലടച്ച് നീയും പിതാവുമായി സംസാരിക്കാൻ താല്പര്യമുണ്ടോ? നിലത്തൊരു പായോ ബെഡ്ഷീറ്റോ ഇട്ട് മുഴങ്കാലിരിക്കാമോ? ഇന്ന് രാത്രി എത്ര പേർക്ക് സമർപ്പിക്കാൻ കഴിയും? നിന്നോട് സംസാരിപ്പാൻ, നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ സംസാരിപ്പാൻ, നീ ഏത് വീട്ടിനകത്തുനിന്നല്ല വിഷയം, നീ ഏത് സ്ഥലത്തുനിന്നല്ല വിഷയം, നീ ഇരിക്കുന്നിടത്ത് ദൈവമറ്റ് നീ ഒരു ബന്ധമുണ്ടെങ്കിൽ, നീ ഇരിക്കുന്ന സ്ഥലം മറന്നാരാധിപ്പ് ബന്ധമുണ്ടെങ്കിൽ നിന്റെ അടുത്തിറങ്ങി വരുവാൻ, നിന്നോട് സംസാരിക്കുവാൻ, നിന്നോട് ഇടപെടുവാൻ, നിന്നെ താങ്ങുവാൻ, നിന്നെ കരം തന്ന് പുറത്തെടുക്കുവാൻ, എല്ലാവരും മാറി നിൽക്കുമ്പോൾ നിന്നെ കഴിയൊരു കൽപ്പാത്രം പോലെ പുറത്തെടുക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? എൻ്റെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലതാണ്. എൻ്റെ കർത്താവ് ഒരിക്കലായി മരിച്ചു. അരിമത്തിക്കാരെ യോസേപ്പ് തനിക്കായി വെട്ടിത്തീർത്ത കല്ലറ, ആമേൻ, ആരെ ഇതുവരെയ്ക്കും വച്ചിട്ടില്ലാത്ത കല്ലറ തനിക്ക് വേണ്ടി വെട്ടി ആമെ പാകം ചെയ്ത് തൻ്റെ നീളത്തിനും ആമെ വണ്ണത്തിനും കറക്റ്റായിട്ട് തനിക്ക് വേണ്ടി മാത്രം കരിങ്കല്ലിൽ വെട്ടിത്തീർത്ത കല്ലറയിൽ ആമെ ആരെയും വയ്ക്കാതെ അത് ശുദ്ധീകരണത്തിനായി മാറ്റിയിട്ടിരിക്കുമ്പോൾ, തന്നെ അടക്കാൻ വേണ്ടി മാറ്റിയിട്ടിരിക്കുമ്പോൾ, അതേ 68 സെന്റിനകത്ത് ഒറ്റ കല്ലറ. ആമേൻ സ്തോത്രം. അരിമേത്തിക്കാർ യോസേപ്പിന്റെ കല്ലറയ്ക്കകത്ത് യേശു ഡെഡ് ബോഡി അതിനകത്ത് വച്ചു. ഹല്ലേലൂയ. യേശു കർത്താവ് ഡെഡ് ബോഡി വച്ചിട്ട് ആമേൻ റോമൻ ഇമ്പീരിയ മുദ്രയെ പതിപ്പിച്ച ശേഷം ഹല്ലേലൂയ അതിനകത്ത് ഏകദേശം ആമേൻ സ്തോത്രം 500-ലധികം പേരെ വാളും കുന്തവും പരിചയമെല്ലാം കൊടുത്ത് ആമേൻ സ്തോത്രം അതിന് റൗണ്ടായിട്ട് നിർത്തി കല്ലറ ഉറപ്പിച്ചു. കാവൽക്കാർ ഉറപ്പിച്ചു. ആമേൻ, ഇവൻ യഹൂദന്മാരുടെ രാജാവാണ്, ഇവൻ 3-ാം നാൾ പുറത്തു വരുമെന്ന് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതുപോലെ ചെയ്യുന്നതായി എൻ്റെ കർത്താവ്. ഇന്ന് രാത്രിയിൽ കർത്താവ് ഒരിക്കലായി മരിച്ചു, ഒരിക്കലായി അടക്കപ്പെട്ടു, ഒരിക്കലായി ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഇരിക്കുന്ന ഇരിപ്പിടത്തിരുന്നോണ്ട് പറയാം, നിങ്ങൾ ഇരിക്കുന്നിടത്ത് എൻ്റെ കർത്താവുണ്ട്. കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ പോയിട്ട് എൻ്റെ കാര്യസ്ഥനെ അയക്കും. ആമേൻ. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 15, 16, 17, 18, 19 ഞാൻ പോയിട്ട് എൻ്റെ കാര്യസ്ഥനെ അയക്കും. അവൻ നിങ്ങളെ ആമേൻ നടത്തും, അവൻ നിങ്ങൾക്ക് ഉപദേശം തരും, അവൻ നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ. ആമേൻ പറയാൻ പറ്റുമോ? കാര്യസ്ഥൻ നിന്റെ കൂടെ ഇരിപ്പുണ്ട്, നിന്റെ കൂടെ കാര്യസ്ഥൻ ഇരിപ്പുണ്ട്. നീ പോകുന്ന വഴിയെ നിനക്ക് ഉപദേശം തരുവാൻ, നിന്റെ പാതകൾ നിരപ്പാക്കുവാൻ ഒരു കാര്യസ്ഥൻ നിന്റെ മുമ്പിലുണ്ട്. ആമേ സ്തോത്ര. നീ പോകുന്ന വഴി റോങ് ആണെങ്കിൽ പറയും ഇത് റോങ്ങാ, ഇതുവഴി പോകരുത്. ആമേ സ്തോത്ര. നീ പോകുന്ന വഴി നല്ലതാണെങ്കിൽ പറയും ഓ കുഴപ്പമില്ല പൊയ്ക്കോ. ഇന്ന് രാത്രിയിൽ സ്തോത്ര ദൈവം നിനക്ക് വേണ്ടി വഴി തെളിക്കുവാൻ, നിനക്ക് വേണ്ടി വഴികൾ ഒരുക്കുവാൻ എൻ്റെ കർത്താവ് സർവശക്തൻ എന്ന് പറഞ്ഞാൽ ഈ രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോയിക്കേ 5-ാമത്തെ അധ്യായത്തിൽ പറയുന്ന വാക്ക് കേട്ടോ. ആമേൻ സ്തോത്രം. 8-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ്
യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. അവൻ 1 മിനിറ്റ് നോക്കി. കിടക്ക എടുക്കണമെങ്കിൽ ആരോഗ്യം വേണമല്ലോ. 1 മിനിറ്റ് നോക്കി, അവിടെ ആരുമില്ല വേറെ കിടക്ക എടുക്കാൻ. ആമേൻ. ഡോക്ടർമാരെന്താ പറയുന്നത്? കുഴപ്പമില്ല, ആമേൻ, ഒരാഴ്ച കിടന്നു കഴിഞ്ഞാൽ രോഗസൗഖ്യമാകും. ഡോക്ടർമാരുടെ ലിസ്റ്റിനകത്ത് രോഗസൗഖ്യമായി. പക്ഷേ ഒരു 3-4 റിസൾട്ട് നിർദ്ദേശം കൊടുക്കും. എന്നറിയാമോ? പച്ചവെള്ളത്തിൽ കുളിക്കരുത്, ചൂടുവെള്ളം കുടിക്കണം, വെയിറ്റ് ഉള്ളതും തൂക്കിയെടുക്കരുത്, 1 ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കരുത്, പിടിച്ചു കൊടുക്കണം, പറ്റുന്നുണ്ടെങ്കിൽ ഓസിട്ട് കൊടുക്കണം വെള്ളം. പ്രൈസ് ദി ലോർഡ്. പിന്നെ ബാത്റൂമിലൊന്നും പോകരുത്, കാരണം പറ്റുന്നുണ്ടെങ്കിൽ കട്ടിലിൽ കൂടെ അവിടെ വെച്ചു കൊടുത്താൽ അവർ ചെയ്തോളും. ഇതെല്ലാം ഇവിടുത്തെ ഡോക്ടർമാർ പറയുന്നതാ. എന്നാൽ അവരെന്താ പറഞ്ഞേ? അവരുടെ റിസൾട്ട് എന്താ പറഞ്ഞേ? അവർ ECGയിൽ കുഴപ്പമില്ല, പക്കയാണ്. അവരെ സ്കാനിങ്ങിൽ കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. ആമേൻ. എല്ലാം കറക്റ്റാ, എല്ലാം നോർമൽ 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 നോർമൽ. എവിടെ നോർമൽ? എവിടെ നോർമൽ? ഒരു ഭാരം പോലും എടുക്കരുതെന്നാ പറയുന്നേ. ആമേൻ. എന്നാൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ യേശു എന്താ പറഞ്ഞു? നീ നിന്റെ കിടക്ക പറ എടുത്ത് നടക്ക. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്തു നടന്നു. എടുക്കാൻ അവിടെ ആരുമില്ല. ഇന്ന് പയ്യെ പിടിച്ചുകൊണ്ട് കാറിനകത്ത് പയ്യെ ഉടയാതെ കൊണ്ടിരുത്തും പോലെ, മുട്ട ഉടഞ്ഞു പോയില്ലേ, പയ്യെ കൊണ്ടുവന്ന് പയ്യെ അയ്യോ അയ്യോ പയ്യെ ഇരുത്തി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഡ്രൈവറോട് പറയുക, ഓട്ടോയാണെങ്കിൽ പറയും കുഴിയിലൊന്നും ഇറക്കല്ലേ, ഉടഞ്ഞു പോവും, കുഴിയിലൊന്നും ഇറക്കരുത്, കട്ടുള്ള കുഴിക്ക് അങ്ങ് റോട്ടിൽ നിന്ന് പോണ്ട, ഇതിലേക്ക് ഇറങ്ങിപ്പോ. പ്രൈസ് ദി ലോർഡ്. കാറുകാരൻ്റെ പറയും താങ്ങി ചവിട്ടിക്കളയരുത്, പയ്യെ ചവിട്ടണം കാറിൽ. ഫ്ലൈറ്റുകാരൻ്റെ അടുത്ത് പറയും നീ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ നോക്കിയെടുക്കണം, ഇത് ഉടഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എൻ്റെ തമ്പുരാൻ പറഞ്ഞെന്നറിയാമോ? 38 വർഷമായി കിടക്കുന്ന കിടക്ക എടുത്ത് നടക്കാനുള്ള ആരോഗ്യം സ്വർഗം കൊടുത്തെങ്കിൽ ഈ രാത്രി ഇതിനകത്ത് ദൈവമല്ലേ നിന്നെ ഈ കിടക്ക എടുത്ത് നടക്കാൻ. സ്തോത്രം. ഇന്ന് രാത്രി അതുകൊണ്ട് പനിയായിരിക്കുന്ന ആരും കിടക്ക എടുത്തുകൊണ്ട് ഇന്ന് രാത്രി വെളിയിലോട്ടൊന്ന് വെക്കളയരുത്. ഷാജി പാസ്റ്റർ പ്രസംഗിച്ചു, കിടക്ക എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. ഇപ്പോൾ രാത്രി വഴക്കുണ്ടായി കളയരുത്. പാസ്റ്റർ നിങ്ങൾ കൊള്ളാം, രാത്രി എൻ്റെ ഭാര്യ കിടക്ക എടുത്തുകൊണ്ട് നടക്കുക റോട്ടെ, അങ്ങനെയൊന്നും വെക്കളയരുത്. ഇത് സ്തോത്രം, ബെഥസ്ത കുളത്തിൻ്റെ കരയിലുള്ള കാര്യമാണ് പറഞ്ഞേ. ശ്രദ്ധിക്കണം, അവിടെയാണ് പ്രശ്നം. ഈ രാത്രി ദൂതിലേക്കാണ് വരേണ്ടത്. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം. ഇന്ന് രാത്രി നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് സ്തോത്രം ചെയ്യുമ്പോൾ സൗഖ്യം വ്യാപരിക്കാൻ പോകുകയാണ്. ഉടനെ ആ ക്ഷണത്തിൽ ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ആ പയ്യന്റെ അപ്പൻ പറഞ്ഞതുപോലെ, അപ്പൻ എന്താ പറഞ്ഞേ? ഞാൻ അവനുമായി സംസാരിക്കുമ്പോൾ തന്നെ വീട്ടിൽ വിടുതൽ. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നു, യേശുവുമായി ഈ 38 വർഷമുള്ളവൻ സംസാരിച്ചപ്പോൾ ചില മണിക്കൂറുകൾ സംസാരിച്ചു യേശുവായിട്ട്. ഇവൻ സംസാരിച്ചൊരു കിടക്കുക, ഈ കിടക്കുന്ന മാത്രമേ തന്നെ അവൻ സൗഖ്യം വ്യാപരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നീ കിടക്കുന്ന സ്ഥലത്ത് ഒരു സൗഖ്യം വെളിപ്പെടുകയാ. ശമനപരഗതുനി, നീ കിടക്കുന്ന ഇടത്ത് ഒരു സൗഖ്യം വെളിപ്പെടുകയാ. ആർക്കും ചെയ്യാൻ കഴിയാത്തൊരു മറക്കൽ ഇന്ന് രാത്രി സ്വർഗം ചില കുടുംബത്തിനകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് അയക്കുകയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വ്യക്തമായി വിളിച്ചു പറയുന്നു, ആർക്കും ചെയ്യാൻ കഴിയാത്ത ഇടത്ത് യേശു ഇറങ്ങി ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോയിക്കേ, കർത്താവിന് വേണമെന്നുണ്ടെങ്കിൽ സ്തോത്രം അവനോട് പറയാം, നീ ഒരു കാര്യം ചെയ്യ്, ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞില്ലേ, നീ ഇവിടെ മാറിയിരുന്നോ, നാളെ ഇനിയിപ്പോൾ വണ്ടി വരട്ടെ എന്ന് ഒന്നും പറ്റില്ല. 38 വർഷം അവൻ്റെ ലഗേജ് മാത്രം എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു 2-3 പാണ്ടി ലോറി കയറ്റേണ്ടത് വരും. സ്തോത്രം പറ. പാണ്ടി ലോറി എന്ന് പറഞ്ഞാൽ അറിയാമോ? 10-20 വീലുള്ള വലിയ വാഹനത്തിൽ കയറ്റേണ്ട ലോഡ് കിടപ്പുണ്ട് അവിടെ. ഈ ലോഡും എടുത്തുകൊണ്ട് നമുക്കറിയാം, ആക്രി ഏറ്റാൻ പറഞ്ഞ ലോറി അറിയാമോ? ആക്രി ഏറ്റാൻ പറഞ്ഞ ലോറി, ഈ ആക്രി ഏറ്റാൻ പറഞ്ഞ ചെറിയ ലോറിയല്ല, വലിയ ലോറിയാണ് വരുന്നത്. ആ ലോറിക്കകത്ത് 3 ലോഡ് അടിച്ചാൽ പോലും തീരത്തില്ല. കിടക്കുന്നത് 38 വർഷം. നിങ്ങൾ നിങ്ങളുടെ റൂമിലോട്ട് തിരിഞ്ഞു നോക്കിയേ, നിങ്ങളുടെ വീട്ടിനകത്തോട്ട് 1 വർഷം ആയപ്പോൾ തന്നെ എല്ലാ ഫർണിച്ചറും വീട്ടിൽ വന്നു. പൊത്ത കലയെല്ലാം മാറ്റി ഒരു സൈഡിലാക്കി. പൊത്ത പാട്ട കളയാൻ മനസ്സില്ല, കാരണം ഇതെൻ്റെ അപ്പം തന്നതാ, ഞാൻ കല്യാണം കഴിഞ്ഞു തന്നതാ പൊത്തപ്പാട്ട, അതുവരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് അന്നേ തന്ന ഉടുപ്പുകളെല്ലാം കൂടെ പാണ്ടക്കെട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നും കളയത്തില്ല, ഇതൊന്നും കളയില്ല. എന്നിട്ട് പറയാ, ഇത് അന്ന് തച്ചുന്ന കുഞ്ഞുടുപ്പ എൻ്റെ മാമൻ്റെ മാമി.
മാമൻ്റെ മാമി, ആമേ സ്തോത്രം, അതുവരെ സൂക്ഷിച്ച് ഒരു ബാഗിനകത്ത് വെച്ചിട്ടുണ്ട്. അത് തന്നെ ഏകദേശം ഒരു ലോറി തന്നെ അതുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ കിട്ടിയ പൊത്തതെല്ലാം കിട്ടിയതന്ന് കുക്കറുകൾ, അത് ഇത് ചപ്പ് ചവറ് എല്ലാം കൂടെ തന്നെ ഏകദേശം ഒരു അര ലോഡ് വരും. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം പൊത്തതാ. അതുപോലെ കളയാതെ പലപ്പോഴും പറയും, ഒരു കാര്യം ചെയ്യ്, ഒരു കുക്കർ വയ്ക്കാൻ പോവേലേ, അതിനിടെ എക്സ്ചേഞ്ച് ചെയ്യാം. അത് തുടരുത്. നിങ്ങൾ കാര്യം ചെയ്ത് വന്ന വഴിക്ക് ഈയം പൂശുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ ഈയം വാങ്ങിക്കൊണ്ട് വന്നാൽ നമുക്ക് ഉരുക്കി അതിന് ചേർത്ത് ഒന്ന് അടയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ പറഞ്ഞു വച്ചുകൊണ്ടിരിക്കുന്ന ഏകദേശം ഒരു ലോഡിൽ കൂടുതൽ വീട്ടിൽ കിടപ്പുണ്ട്. അങ്ങനെയെങ്കിൽ ഈ 38 വർഷമായി കിടക്കുന്നവൻ്റെ കിടക്കയും അവൻ്റെ ലഗേജും കൂടെ എൻ്റെ ഭാവനയിൽ ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു 3 ലോഡെങ്കിലും വരും. ഇന്ന് രാത്രി തിരുവല്ല വഴിയും സ്തോത്രം കുമ്പനാട് വഴിയും എറണാകുളം ടൗൺ വഴിയും സ്തോത്രം പോർട്ട് കൊച്ചി വഴിയൊക്കെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, പാലത്തിനടിയിൽ പലരും കിടന്നുറങ്ങുന്നുണ്ട്. അവരുടെ പാണ്ടക്കെട്ടൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ലഗേജുകൾ അവർക്കുണ്ട്. അവർ പല ഭാഗത്തായിട്ട് സ്വരൂപിച്ചു വച്ചിരിക്കുക. എന്നാൽ ഇന്ന് രാത്രി കർത്താവ് എന്താ പറഞ്ഞേ? നീ നിന്റെ കിടക്ക എടുത്ത് നടക്ക. ഇന്ന് രാത്രി കിടക്കയുടെ വെയിറ്റ് എത്രയെന്ന് നമുക്കറിയത്തില്ല. അത് കർത്താവിനും അവനും മാത്രമേ അറിയത്തുള്ളൂ. അത് എടുത്തു നടക്കാൻ കർത്താവ് അവന് ബലം കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രാരംഭ രാത്രി പറയുന്നു, നിനക്ക് എണീറ്റ് നിൽക്കാൻ പോലും കഴിയുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യും മുമ്പേ നിനക്ക് എണീറ്റ് നിൽക്കാനുള്ള കൃപ മാത്രമല്ല തമ്പുരാൻ തരുന്നത്, ഹല്ലേലൂയ, എന്നേക്കുമുള്ളൊരു വിടുതൽ ദൈവം തരാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവവൈതലേ, കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. നമ്മളൊന്ന് തയ്യാറായി കഴിഞ്ഞാൽ കർത്താവിന് ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ ചെയ്യാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് ഇന്ന് രാത്രി ഇതിനകത്ത് ആലോചന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി ആരോടൊക്കെ പറയുന്നു. ആമേൻ. സ്തോത്രം. പലർക്കും പലരുടെ കണ്ണിലും നീ ഒരു കരട. ആമേൻ. പലരുടെ കണ്ണിലും നീ ഒരു കരട. കാണുമ്പോൾ മാത്രം ഒരു ഭംഗി വാക്ക്, ഒരു ചിരി, ബാക്കി സമയമെല്ലാം നിന്നെക്കുറിച്ചുള്ള സംഭാഷണങ്ങളാണ്. ശമനപരഗതുനി. പക്ഷെ ഇന്ന് രാത്രി തമ്പുരാൻ വിളിച്ചു പറയുന്നു, ഇല്ല. സ്തോത്രം. നിന്നേക്ക് നേരെ കള്ള സാക്ഷികൾ എണീക്കും. പക്ഷേ അതിനെ ഇന്ന് രാത്രി തകർക്കുന്ന രാത്രിയാ. ഓ റിബലവ ശമനപരഗതുനി അന്തൽക്കമനപരഗത ശൈഡകരാജകൽക്കനാദി. സ്തോത്രം. കഴിഞ്ഞ ചിന്തിച്ചതുപോലെ രാജാവ് ശയനഗൃഹത്തിൽ പറഞ്ഞത് പ്രാർത്ഥിക്കുന്ന എലീശയുടെ ചെവിയിലെത്തിയെങ്കിൽ ഇന്ന് രാത്രി നിനക്കെതിരെ പറഞ്ഞ് പരത്തുന്നതൊക്കെ കർത്താവ് ഇന്ന് രാത്രി കേൾക്കുന്നു, അറിയുന്ന ദൈവമാണ്. കർത്താവ് ഇന്ന് രാത്രി ഒന്നടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയത്തില്ല. അഭിഷക്തന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് ഇന്ന് രാത്രി അതിൻ്റെതായ വിലയുണ്ടെന്ന് പറഞ്ഞാൽ ഈ രാത്രി സ്തോത്രം ചെയ്ത് സ്തുതിച്ചോ. ഹല്ലേലൂയ. ശമനപരഗതുനി അംധകരാജകൾ കനാദികൾ കടകപരം ധരേകര പ്രൗഢപരക്ഷം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ തികഞ്ഞ വിടുതൽ ഇതിനകത്ത് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. നിനക്കെതിരെ പദ്ധതി ഒരുക്കിയ, നിന്റെ കുടുംബത്തിനെതിരെ പദ്ധതി ഒരുക്കിയ, തകർച്ച മാത്രം കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ചില കണ്ണുകളെ ഇന്ന് രാത്രി തോട്ടരുകത്തെ കാക്ക കൊത്തിപ്പറിക്കുമെന്ന് വചനമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാ വിളിച്ചു പറയുന്നു, നിന്റെ അനുഗ്രഹത്തിന് വിരോധമായി ഏതെങ്കിലും ശക്തികൾ എവിടെയെങ്കിലും പത്തി വിടർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാ വിളിച്ചു പറയുന്നു, ഇല്ല, ഞാൻ അതിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. ഇന്ന് രാത്രിയിൽ 6 കൽപ്പാത്രത്തെ കഴുകി പുറത്തെടുത്ത് വീഞ്ഞാക്കിയെങ്കിൽ അതിനകത്തുനിന്ന് വീഞ്ഞ് പുറത്തു വന്നെങ്കിൽ നിന്റെ അകത്ത് നിന്ന് ദൈവത്തിന്റെ ആത്മാവ് ചില വീഞ്ഞിന്റെ അനുഭവം പുറത്തു വരാൻ പോകുകയാ. എന്തെന്നറിയാമോ? സ്തോത്രം. മധുരമുള്ള വാക്കുകൾ, മധുരമുള്ള ചിന്തകൾ, മധുരമുള്ള ആലോചനകൾ തമ്പുരാൻ നിന്നിൽ നിന്ന് പുറത്തെടുക്കാൻ ഇന്ന് രാത്രിയും ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? സ്തോത്രം ചെയ്ത് ഈ രാത്രി ദൈവത്തിനെ മഹത്വപ്പെടുത്താനോ? ഹല്ലേലൂയ. ഇന്നലകളെ ഒന്ന് മറന്നേ, വേദനകളെ ഒന്ന് മറന്നേ. ഹല്ലേലൂയ. ദൈവവൈതലേ, ഞാൻ പലപ്പോഴും പറഞ്ഞൊരു വാക്ക് ഇതാണ്, നിന്നെ അല്ല പറഞ്ഞത്, നിന്നെ അല്ല തൊട്ടത്, കണ്ണിന്റെ കൃഷ്ണമണിയെ തൊട്ട്. ആരെ കണ്ട കൃഷ്ണമണി? കർത്താവിന്റെ കണ്ട കൃഷ്ണമണിയെ തൊട്ടത്. ഇന്ന് രാത്രി ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരോടൊക്കെ ദൈവം പറയുന്നു, നിന്നെ ഒരിക്കലും ഓവർകം ചെയ്യാൻ ആർക്കും കഴിയത്തില്ല. കാരണം നീ ദൈവത്തിന്റെ അഭിഷക്തയാ.
പ്രൈസ് ദി ലോർഡ്. നീ ദൈവത്തിന്റെ അഭിഷക്തനാ. ഹല്ലേലൂയ. നിന്നെ ഓവർകം ചെയ്യാൻ കഴിയത്തില്ല. കാരണം നിന്റെ മേലിരിക്കുന്ന വിശേഷ തൈലമുണ്ടല്ലോ, അത് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ചില കുടുംബത്തിനകത്തേക്ക് നിക്ഷിപ്തമാക്കിയിരിക്കുന്ന ദൈവത്തിന്റെ ആലോചനകൾ, ദൈവത്തിന്റെ ആമേൻ 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 പദ്ധതികൾ ഈ രാത്രി ദൈവ പൈതലേ, നീ കിടക്കുന്ന കിടപ്പറയിൽ നിന്റെ മുറിക്കകത്ത് ആമേൻ നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന്റെ പ്രവൃത്തിയിൽ നീ സന്തോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി, ദൈവത്തിന്റെ ആലോചന അതിശക്തമായി വിളിച്ചു പറയുന്നു, ഇല്ല ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമെന്ന് രാത്രി പറഞ്ഞാൽ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ചില കുടുംബത്തിനകത്തേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി ആമ ഇറങ്ങി വരികയാ. ശമനപരകധുനി അതുരകരാജകൽക്കനാദി വൈഡപ്രവുടപരക്ഷം